ഇത് ഒരു എഡ്യൂക്കേഷണൽ വീഡിയോയാണ്. ഇന്ന് നിലവിലുള്ള പ്രധാനപ്പെട്ട എല്ലാ മയക്കുമരുന്നുകളെപ്പറ്റിയും അതിൻ്റെ പ്രവർത്തനങ്ങൾ, ദൂഷ്യവശങ്ങൾ, ശരീരത്തിൽ എങ്ങനെ ബാധിക്കുന്നു, അതുപയോഗിച്ചാൽ ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ എല്ലാം തന്നെ വിശദമായി പറയുന്ന വീഡിയോയാണ് ഇത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ അത് കഴിക്കുകയോ കുത്തിവെക്കുകയോ പൊടിയായി മൂക്കിലൂടെ വലിച്ചു കയറ്റുകയോ ചെയ്യുന്നു. മയക്കുമരുന്നിൻ്റെ അടിമയാകുന്നവർ കാലക്രമേണ പലവിധത്തിലുള്ള രോഗങ്ങൾ ബാധിച്ച് ആരോഗ്യവും ശക്തിയും ക്ഷയിച്ച് ജീവന് വരെ ആപത്ത് സംഭവിക്കുന്നു. കൂടാതെ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. ധാരാളം സമയം ചെലവഴിച്ച് പലതരം ബുക്കുകളും മെഡിക്കൽ ജേർണലുകളും പലവിധ മെഡിക്കൽ വെബ്സൈറ്റുകളും റഫർ ചെയ്താണ് ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് മുഴുവൻ കാണുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പിയം അല്ലെങ്കിൽ കറുപ്പ്. പല വേദനാസംഹാരികളും നിർമ്മിക്കുന്നത് ഒപ്പിയത്തിൽ നിന്നാണ്. മനോഹരമായ പൂക്കളുള്ള പോപ്പി ചെടിയിൽ നിന്നാണ് ഒപ്പിയം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൻ്റെ കായയിൽ നിന്നും എടുക്കുന്ന കറയാണ് കറുപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒപ്പിയം. ഒപ്പിയത്തിന് മലയാളത്തിൽ കറുപ്പെന്നും തമിഴിൽ അവിൻ എന്നുമാണ് പേരുകൾ. ഒപ്പിയം അല്ലെങ്കിൽ കറുപ്പ് എന്ന വസ്തു തിന്നുകയോ ഹുക്കകളിലിട്ട് വലിക്കുകയോ ചെയ്യുന്നു. സുഖകരമായ മാനസികാവസ്ഥയുണ്ടാക്കുന്ന ഒരു വസ്തുവാണ് കറുപ്പ്. കൂടാതെ മയക്കം, ഛർദി എന്ന ലക്ഷണങ്ങളും കറുപ്പ് ഉപയോഗിക്കുന്നവരിൽ കാണപ്പെടുന്നു. കറുപ്പ് കഴിക്കുമ്പോൾ ഉത്സാഹം വർദ്ധിക്കുകയും സുഖകരമായ മാനസികാവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നു. എന്നാൽ അതിനുശേഷം മയക്കവും ഉറക്കവും ഉണ്ടാകുന്നു. അധികമായ അളവിൽ കഴിച്ചാൽ ശ്വാസം മന്ദഗതിയിലാവുകയും ബോധക്ഷയമുണ്ടാവുകയും ചെയ്യുന്നു. 1-2 ഗ്രാം കറുപ്പ് കഴിച്ചാൽ തന്നെ ആപത്താണ്. കറുപ്പ് പതിവായി കഴിക്കുന്നവർക്ക് അത് ലഭിക്കാതെ വരുമ്പോൾ വിത്ഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകുന്നു. കണ്ണുനീർ ധാരാളമായി വരിക, മൂക്കൊലിപ്പ്, വിശപ്പില്ലായ്മ, വിറയൽ, അസ്വസ്ഥത, സംഭ്രമം, പേശികൾ കോച്ചിപ്പിടിക്കുക എന്നീ ലക്ഷണങ്ങളും ഉണ്ടാവും. കറുപ്പിൽ നിന്നും 20ഓളം വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിൽ പ്രധാനമായത് കേന്ദ്ര നാഡീവ്യൂഹത്തെ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന മോർഫിൻ, തിബൈൻ എന്നീ മരുന്നുകളാണ്. മോർഫിൻ കറുപ്പിൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രധാന ഘടകമാണ് മോർഫിൻ. രാസപ്രക്രിയയിലൂടെ കറുപ്പിൽ നിന്നും 15 മുതൽ 20% മോർഫിൻ വേർതിരിച്ചെടുക്കാം. തിളങ്ങുന്ന തരികൾ പോലെയുള്ള വെളുത്ത പൊടിയായ മോർഫിന് കയ്പ് രുചിയാണുള്ളത്. ഏറ്റവും വലിയ വേദനാസംഹാരി മരുന്നായി മോർഫിൻ വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നു. കറുപ്പിനേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള മോർഫിൻ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ മന്ദീഭവിപ്പിക്കുന്നു. കറുപ്പിൻ്റെ ലക്ഷണം പോലെ മോർഫിനും ആദ്യം ഉത്തേജനമുണ്ടാക്കുന്നു, പിന്നീട് മയക്കവും ഉറക്കവും ഉണ്ടാക്കുന്നു. 200 മുതൽ 250 മില്ലിഗ്രാം വരെ കഴിക്കുകയോ 50 മുതൽ 100 മില്ലിഗ്രാം വരെ കുത്തിവെക്കുകയോ ചെയ്താൽ മനുഷ്യ ശരീരത്തിന് ആപത്താണ്. തിബൈൻ കറുപ്പിലടങ്ങിയിട്ടുള്ള ഒരു പ്രധാന ഘടകമാണ് തിബൈൻ. കറുപ്പിൽ നിന്നും 0.5 മുതൽ 1% വരെ തിബൈൻ വേർതിരിച്ചെടുക്കാം. തിബൈൻ്റെ രാസഘടന മോർഫിന് സമാനമാണെങ്കിലും സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ഇത് ബാധിക്കുന്നില്ല. തിബൈൻ മയക്കുമരുന്നായി ഉപയോഗിക്കുന്നില്ലെങ്കിലും ഇതിൽ നിന്നും ആസക്തിയുണ്ടാക്കുന്ന മറ്റു മരുന്നുകൾ നിർമ്മിക്കുന്നുണ്ട്. അതിനാൽ തിബൈനും മയക്കുമരുന്നിൻ്റെ ലിസ്റ്റിൽപ്പെടുന്നു. കറുപ്പിൽ നിന്നും ഇതുകൂടാതെ പപ്പാവെറിൻ, നാർക്കോട്ടിൻ എന്നീ മരുന്നുകളും വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഇവ മയക്കുമരുന്നായി ഉപയോഗിക്കുന്നത് കൂടാതെ മൃദുപേശികളെ മയപ്പെടുത്തുന്ന മരുന്നുകളായും വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നു. ഹെറോയിൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന മയക്കുമരുന്നാണ് ഹെറോയിൻ. ഇതിന് ബ്രൗൺ ഷുഗർ എന്ന പേരുമുണ്ട്. മോർഫിനിൽ നിന്നും ഉണ്ടാക്കുന്ന ഹെറോയിൻ കയ്പുള്ള വെളുത്ത പൊടിയാണ്. ശുദ്ധീകരിക്കാത്ത ഹെറോയിന് തവിട്ട് നിറമാണ്. അതിനാലാണ് ഇതിന് ബ്രൗൺ ഷുഗർ എന്ന പേര് ലഭിച്ചത്. ഇതിന് ഭാരം കൂട്ടുവാനായി സ്റ്റാർച്ച്, പാൽപ്പൊടി എന്നിവ ചേർക്കുന്നു. ലോകമെമ്പാടുമുള്ള അനധികൃത ലാബറട്ടറികളിൽ നിർമ്മിക്കുന്ന ഹെറോയിൻ മോർഫിനേക്കാൾ 4 ഇരട്ടി ശക്തിയുള്ളതാണ്. ലഹരിക്കായി ഹെറോയിൻ കുത്തിവയ്ക്കുകയോ മൂക്കിലൂടെ വലിച്ചു കയറ്റുകയോ പുകച്ചു വലിക്കുകയോ ചെയ്യുന്നു. ഇതുപയോഗിച്ചാൽ കിട്ടുന്ന സുഖകരമായ അവസ്ഥ മറ്റൊരു മയക്കുമരുന്നിൽ നിന്നും ലഭിക്കുകയില്ല. ഹെറോയിൻ ഉപയോഗിക്കുന്നവരിൽ കൃഷ്ണമണികൾ ചുരുങ്ങുകയും മയക്കം, മനം പുരട്ടൽ, മന്ദഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഹെറോയിൻ പതിവായി ഉപയോഗിച്ചാൽ വളരെ വേഗം അതിനടിമപ്പെടും. പുതിയതായി ഹെറോയിൻ ഉപയോഗിക്കുന്നവർ മൂക്കിലൂടെ വലിച്ചു കയറ്റുകയോ പുകച്ചു വലിക്കുകയോ ആണ് ചെയ്യുന്നത്.
എന്നാൽ കൂടുതൽ ലഹരി കിട്ടാൻ ഇത് ശരീരത്തിൽ കുത്തിവെക്കുന്നു. സിരകളിലോ തൊലിക്കടിയിലോ കുത്തിവെച്ചാൽ 1 മിനിറ്റിനകം ലഹരി കിട്ടുന്നു. അപ്പോൾ ഉണ്ടാകുന്ന അത്യന്തം സുഖകരമായ അവസ്ഥ വളരെ നേരം നിലനിൽക്കുന്നു. ഇതുപയോഗിച്ചാൽ മോഹഭംഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ മറക്കും എന്ന് പറയപ്പെടുന്നു. ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പോലും അതിന് അടിമയാകാൻ സാധ്യതയുള്ളതാണ്. ഹെറോയിൻ അഡിക്റ്റായവർക്ക് അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഡ്രോവൽ സിംറ്റംസ് അതിഭീകരമാണ്. അസഹ്യമായ മനം പുരട്ടൽ, ഛർദി, വിയർപ്പ്, പരക്കം പാച്ചിൽ, മൂക്കൊലിപ്പ്, ബിപിയിലും പൾസിലുമുള്ള ഏറ്റക്കുറച്ചിലുകൾ എന്നിവ കൂടാതെ ചിലർ അക്രമാസക്തരാകുകയും ചെയ്യാറുണ്ട്. ഹെറോയിൻ കിട്ടാൻ വേണ്ടി എന്തു ചെയ്യാനും ഇവർ തയ്യാറാവുന്നു. കൂടാതെ ഹെറോയിൻ്റെ അമിത ഉപയോഗം ഗുരുതരമായ രോഗങ്ങൾക്കും കാരണമാക്കും. കരൾ രോഗത്തിന് പുറമെ വൃക്കകളുടെ പ്രവർത്തനം നിലയ്ക്കുക, ഹൃദയത്തിന് രോഗാണുബാധയുണ്ടാവുക, നേത്രപടലം നശിക്കുക എന്നിവയാണ് ചില പ്രധാന ശാരീരിക രോഗങ്ങൾ. ഇതിന് അടിമയായവരെ തിരിച്ചറിയാൻ എളുപ്പമാണ്. ഇവരുടെ കയ്യിലും ശരീരത്തും ഇത് കുത്തിവെച്ച നിരവധി അടയാളങ്ങൾ കാണാൻ സാധിക്കുന്നു. കൂടാതെ ഇതുപയോഗിക്കുന്നവരുടെ കയ്യിൽ സിറിഞ്ചുകൾ, സ്പൂണുകൾ, സൂചികൾ തുടങ്ങിയ മരുന്ന് കുത്തിവെക്കാനുള്ള ഉപകരണങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. ഇവരുടെ കൃഷ്ണമണികൾ എപ്പോഴും ചുരുങ്ങിയിരിക്കും. എപ്പോഴും മൂക്കടപ്പും മൂക്കൊലിപ്പും ഉണ്ടായിരിക്കും. വസ്ത്രധാരണത്തിലും വ്യക്തിശുചിത്വത്തിലും ഇവർ ശ്രദ്ധിക്കാറില്ല. കൊക്കൈൻ. തെക്കേ അമേരിക്കയിൽ ധാരാളമായി വളരുന്ന എറിത്രോസൈലം കോക്ക എന്ന ചെടിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന വസ്തുവാണ് കൊക്കൈൻ. ക്ഷീണം മാറ്റുവാനും ഉന്മേഷം ലഭിക്കുവാനും പുരാതന കാലം മുതൽ നാട്ടുകാർ ഈ ചെടിയുടെ ഇലകൾ ചവച്ചു തിന്നുമായിരുന്നു. കൊക്കൈൻ ഹൈഡ്രോക്ലോറൈഡാണ് ഇലകളിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകം. ഇത് വെളുത്ത തരികളുള്ള പൊടിയാണ്. കൊക്കൈൻ വേർതിരിച്ചെടുത്തതിന് ശേഷം ഇലകളിൽ നിന്നും ലഭിക്കുന്ന സത്താണ് കൊക്കോകോള എന്ന പാനീയത്തിൽ ചേർക്കുന്ന ഒരു ഘടകം. കൊക്കൈൻ വേർതിരിച്ചതിന് ശേഷം കൊക്കോകോളയിൽ ചേർക്കുന്ന ബാക്കിയുള്ള സത്തിൽ ദോഷഫലങ്ങളില്ല എന്ന് പറയപ്പെടുന്നു. കൊക്കൈൻ സാധാരണ മൂക്കിലൂടെ വലിച്ചു കയറ്റുകയോ പൈപ്പുകളിൽ നിറച്ച് വലിക്കുകയോ ആണ് ചെയ്യുന്നത്. എന്നാൽ കൂടുതൽ ലഹരിക്ക് ഇത് വെള്ളത്തിൽ അലിയിച്ച് ഇഞ്ചക്റ്റ് ചെയ്യുന്നു. കൊക്കൈൻ വളരെ ശക്തിയുള്ള മയക്കുമരുന്നാണ്. ഇതുപയോഗിക്കുന്നവർക്ക് അത്യന്തം തീവ്രമായ ആനന്ദലഹരി ലഭിക്കുന്നു. ഉന്മേഷവും ശക്തിയും ആത്മവിശ്വാസവും ഉണർവും കൈവന്നതായി അനുഭവപ്പെടുന്നു. ചില ആളുകൾ കൊക്കൈനും ഹെറോയിനും ചേർത്ത് കുത്തിവെക്കാറുണ്ട്. ഇതിന് സ്പീഡ് ബോൾ എന്ന് വിളിക്കുന്നു. കൊക്കൈൻ ഉപയോഗിക്കുന്നവർക്ക് ഹെറോയിൻ പോലെ തന്നെ കാലക്രമേണ അതിൻ്റെ ഫലം കുറയാൻ തുടങ്ങുന്നു. ഈ ടോളറൻസ് ഇല്ലാതാക്കാൻ അപ്പോൾ കൂടിയ അളവിൽ ഇതുപയോഗിക്കുന്നു. ഇതുപയോഗിക്കുന്നത് നിർത്തിയാലുണ്ടാവുന്ന വിഡ്രോവൽ സിംറ്റംസ് ഹെറോയിൻ്റേതുപോലെ തന്നെയാണ്. സംഭ്രമം, വിറയൽ, കോപം, ഉറക്കമില്ലായ്മ, അലസത, മാറിമറിയുന്ന ചിന്തകൾ എന്നിവയുണ്ടാകുന്നു. കൂടാതെ ഇത് കൂടുതൽ ഉപയോഗിച്ചാൽ സംഭ്രമം, വിഭ്രാന്തി, മറവി, വിശപ്പില്ലായ്മ, ശ്വാസതടസ്സം, ഹൃദയസ്തംഭനം എന്നിവയുണ്ടാക്കുന്നു. കൊക്കൈൻ സ്ഥിരം ഉപയോഗിക്കുന്നവരിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് തകരാർ സംഭവിക്കുന്നു. കൂടാതെ ശരീരത്തിൽ ചെറുപ്രാണികൾ അരിച്ചു നടക്കുന്നത് പോലെ തോന്നുകയും അതിനാൽ ശരീരം എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കഞ്ചാവ്. കന്നാബീസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കഞ്ചാവ് എന്ന സസ്യം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നമ്മുടെ നാട്ടിലും ധാരാളമായി വളരുന്നു. പുരാതന കാലം മുതൽ തന്നെ ആളുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന കഞ്ചാവ് ചെടി 20-ാം നൂറ്റാണ്ടായപ്പോൾ മിക്ക രാജ്യങ്ങളിലും ഇതിൻ്റെ കൃഷിയും ഉപയോഗവും വർദ്ധിച്ചു. ചില രാജ്യങ്ങൾ നിയമപരമായി ചെറിയ അളവിൽ ആർക്കും കഞ്ചാവ് കൃഷി ചെയ്യാനുള്ള പെർമിഷൻ നൽകിയിട്ടുണ്ട്. 2 മുതൽ 3 മീറ്റർ വരെ പൊക്കത്തിൽ വളരുന്ന കഞ്ചാവ് ചെടിയുടെ ഇലകളുടെ അരികുകൾ അറക്കവാളിൻ്റെ മുള്ളുകളോട് സാമ്യമുള്ളതാണ്. ഈ കഞ്ചാവ് ചെടിയിലെ പ്രധാന രാസഘടകം ഡെൽറ്റ-9 ടെട്രാ ഹൈഡ്രോ കനാബിനോൾ എന്നറിയപ്പെടുന്ന ഒരു രാസവസ്തുവാണ്. ഈ രാസവസ്തു ലോകത്തിൽ മറ്റൊരിടത്തും കാണപ്പെടുന്നില്ല. ഇതുകൂടാതെ കന്നാബിനോലിക് ആസിഡും 400ഓളം കന്നാബിനോയിഡുകളും കഞ്ചാവ് ചെടിയിൽ അടങ്ങിയിരിക്കുന്നു. കഞ്ചാവ് ചെടിയുടെ തളിരിലകളും പൂക്കൾ പിടിക്കുന്ന മുകൾ ഭാഗവും വിത്തുകളും ഉണക്കി പുകയില പോലെയാക്കുന്നു. ഇത് പുകയിലയുമായി ചേർത്ത് പൈപ്പിൽ നിറച്ചോ കടലാസ് കൊണ്ട് ചുരുട്ടി സിഗരറ്റ് പോലെയാക്കിയോ പുകവലിക്കാൻ ഉപയോഗിക്കുന്നു. കൂടാതെ സിഗരറ്റ്, ബീഡി എന്നിവയിലെ ഹുക്ക നീക്കം ചെയ്ത് പകരം കഞ്ചാവ് നിറച്ചു വലിക്കുന്നു. ഈ പുക ഉള്ളിൽ ചെല്ലുമ്പോൾ ശ്വാസകോശങ്ങളിൽ നിന്നും വേഗത്തിൽ രക്തത്തിലേക്ക് ലയിക്കുകയും ഫലം കണ്ടു തുടങ്ങുകയും ചെയ്യുന്നു.
ഇന്ത്യയിൽ ചില ഭാഗങ്ങളിൽ കഞ്ചാവും പഞ്ചസാരയും കുരുമുളകും കൂടി അരച്ച് വെള്ളത്തിൽ ചേർത്ത് കുടിക്കാറുണ്ട്. ഈ പാനീയം ഭാംഗ്, മജൂൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. കഞ്ചാവ് ചെടിയുടെ ഇലകൾ, തണ്ട്, പൂക്കൾ എന്നീ ഭാഗങ്ങളിൽ നിന്നുമുണ്ടാകുന്ന കറ ഉണക്കിയാൽ കിട്ടുന്ന വസ്തുവാണ് ഹാഷിഷ് അല്ലെങ്കിൽ ചരസ് എന്ന വസ്തു. ഇതിൽ കനാബിനോളുകളുടെ അളവ് കൂടുതലായിരിക്കും. ഇത് പൈപ്പിലും ബീഡിയിലും സിഗരറ്റിലും നിറച്ച് പുകവലിക്കുന്നു. കഞ്ചാവ് ചെടി വാറ്റിയെടുക്കുമ്പോൾ ലഭിക്കുന്ന കറുത്ത കട്ടിയുള്ള ദ്രാവകമാണ് ഹാഷിഷ് ഓയിൽ എന്നറിയപ്പെടുന്നത്. ഈ തൈലത്തിൻ്റെ 1-2 തുള്ളികൾ സിഗരറ്റിൽ പുരട്ടിയിട്ട് പുകവലിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന മതിഭ്രമ വസ്തുവാണ് കഞ്ചാവ്. വലിച്ചാൽ ഉടൻ തന്നെ ഫലം കിട്ടുന്ന ഇതിന് 2 ഘട്ടങ്ങളുണ്ട്. ആദ്യം ഉത്തേജനവും പിന്നീട് തളർച്ചയും അനുഭവപ്പെടുന്നു. കഞ്ചാവും അനുബന്ധ വസ്തുവായ ഹാഷിഷ് ഓയിലും ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന ഫലങ്ങൾ സ്പർശനം, കാഴ്ച, ശബ്ദം, പ്രവർത്തനങ്ങൾ എന്നിവ വർദ്ധിച്ചതായി അനുഭവപ്പെടും എന്നതാണ്. ചിന്തകളും പെരുമാറ്റവും അത്യന്തം വർദ്ധിച്ചതായി അവർക്ക് അനുഭവപ്പെടും. ചിന്തകൾ മാറിമറിയും. അതുകൊണ്ട് തന്നെ ക്രിമിനൽ പ്രവൃത്തികളിൽ ഏർപ്പെടും. ഹാലൂസിനേഷൻ, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നും. കഞ്ചാവ് കൂടുതൽ അളവിൽ ഉപയോഗിച്ചാൽ ഓർമ്മക്കുറവ്, അശ്രദ്ധ, തളർച്ച, ഉറക്കം, സ്ഥലകാലബോധം നശിക്കുക എന്നിവ ഉൾപ്പെടെ ശക്തമായ ഷീസോഫ്രീനിയ എന്ന കടുത്ത മാനസിക രോഗത്തിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നു. മാനസിക പ്രശ്നങ്ങൾ കൂടാതെ ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാകും. പൾസ്, BP എന്നിവയും പേശികളുടെ ഏകോപന പ്രവർത്തനവും കൂടിയും കുറഞ്ഞുമിരിക്കും. ഛർദി, ഹൃദയമിടിപ്പ്, വിറയൽ എന്നിവയും അനുഭവപ്പെടുന്നു. കൂടുതൽ അളവിൽ ഉപയോഗിച്ചാൽ ഒന്നും ചെയ്യാനാവാതെ മന്ദീഭവിച്ച അവസ്ഥയിലായിരിക്കും. കൂടാതെ ഇതിന് അടിമയാവുകയും ചെയ്യും. മാന്ദ്യജനകങ്ങൾ അല്ലെങ്കിൽ ഡിപ്രസൻസ് കേന്ദ്ര നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്ന വസ്തുക്കളാണ് ഇവ. ഉറക്കമില്ലായ്മ, മാനസിക പിരിമുറുക്കം, ഉത്കണ്ഠ എന്നിവയ്ക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകളാണ് മയക്കുമരുന്നുകളായി ദുരുപയോഗം ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള ബാർബിറ്റുറേറ്റുകളാണ്. അതുകൂടാതെ മെത്താക്വാലോൺ, ഗ്ലൂട്ടാതൈമൈഡ്, ക്ലോറാൽ ഹൈഡ്രേറ്റ് എന്നിവയും മയക്കുമരുന്ന് ഗണത്തിൽപ്പെടുന്ന മാന്ദ്യമുണ്ടാക്കുന്ന വസ്തുക്കളാണ്. ഈ പറഞ്ഞ മരുന്നുകൾ കൂടുതൽ അളവിൽ കഴിച്ചാൽ മദ്യപിച്ചാൽ ഉണ്ടാവുന്ന തരത്തിലുള്ള ലഹരി അനുഭവപ്പെടുന്നു. ചെറിയ അളവിൽ മയക്കവും ഉയർന്ന അളവിൽ ആനന്ദലഹരിയും അനുഭവപ്പെടുന്നു. ഉയർന്ന അളവിൽ കഴിച്ചാൽ നാവ് കുഴയുകയും പേശികളുടെ ഏകോപന പ്രവർത്തനം കുറയുകയും മയക്കവും ഉറക്കവും ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ പദാർത്ഥങ്ങൾ സ്ഥിരമായി കഴിക്കുന്നവർക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ വിഡ്രോവൽ സിംറ്റംസ് അനുഭവപ്പെടുന്നു. ഉത്കണ്ഠ, വെപ്രാളം, ഭയം, ഛർദി, ഹൃദയമിടിപ്പ് കൂടുക, ബോധക്ഷയം എന്നീ സിംറ്റംസ് കാണിക്കുന്നു. ബാർബിറ്റുറേറ്റുകൾ, അമിറ്റാൽ, ലൂമിനാൽ എന്നീ വിപണന നാമങ്ങളിൽ അറിയപ്പെടുന്ന മരുന്നുകൾ ബാർബിറ്റുറിക് ആസിഡിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളാണ്. കുറഞ്ഞ അളവിൽ മാനസിക പിരിമുറുക്കം, ഉദ്വേഗം എന്നിവ മാറ്റാനുള്ള ഔഷധങ്ങളാണിത്. കൂടിയ അളവിൽ മദ്യം കഴിച്ച പോലത്തെ ലഹരിയുടെ അവസ്ഥയുണ്ടാക്കുന്നു. എന്നാൽ സ്ഥിരമായ ഉപയോഗം അഡിക്ഷൻ ഉണ്ടാക്കുന്നു. ഉത്തേജകങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലൻസ് കേന്ദ്ര നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുന്ന നിരവധി പദാർത്ഥങ്ങൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. നിരുത്സാഹവും മ്ലാനതയുമൊക്കെ മാറ്റി മാനസികമായ ഗുണവും ഉന്മേഷവും ലഭിക്കാൻ ഡോക്ടർമാർ ചികിത്സയുടെ ഭാഗമായി ഈ ഗണത്തിൽപ്പെട്ട മരുന്നുകൾ നൽകാറുണ്ട്. എന്നാൽ ഈ മരുന്നുകളുടെ ദുരുപയോഗം അതിന് അടിമപ്പെടുകയും ഇതില്ലാതെ ജീവിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിൽ എത്തിക്കുകയും ചെയ്യുന്നു. അനധികൃതമായി ഇവ നിർമ്മിക്കുകയും വിപണനം നടത്തുകയും ചെയ്യുന്നവരുണ്ട്. ഉത്തേജകങ്ങൾ സ്ഥിരമായി കഴിക്കുന്നവരിൽ ടോളറൻസ് ഉണ്ടാവുകയും അതിനാൽ സ്ഥിരം കഴിക്കുന്ന അളവിൽ നിന്നും കൂടിയ അളവിൽ ഇവ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ആംഫെറ്റമിനുകൾ, ഡെക്സാമിൻ, ബൈഫെറ്റമിൻ എന്നീ വിപണന നാമങ്ങളിൽ അറിയപ്പെടുന്ന ആംഫെറ്റമിൻ ഗണത്തിൽപ്പെടുന്ന മരുന്നുകൾ ചികിത്സയുടെ ഭാഗമായി ഡോക്ടർമാർ രോഗികൾക്ക് നിർദ്ദേശിക്കാറുണ്ട്. ആംഫെറ്റമിനുകളോട് സാദൃശ്യമുള്ള ടെക്സോ ആംഫെറ്റമിൻ, മെത്താംഫെറ്റമിൻ എന്നീ മരുന്നുകൾ പിന്നീട് കണ്ടുപിടിച്ചവയാണ്. ചെറുപ്പക്കാർ ആംഫെറ്റമിൻ കൂടുതലായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ഉന്മേഷവും ചുറുചുറുക്കും പ്രദാനം ചെയ്യുന്ന ഈ മരുന്നുകൾ അഡിക്ഷൻ ഉണ്ടാക്കുന്നു. കൂടുതൽ ലഹരി ലഭിക്കാനായി ആംഫെറ്റമിനുകൾ സിരകളിലൂടെ കുത്തിവെക്കുന്നവരുമുണ്ട്. ആംഫെറ്റമിനുകൾ ഇപ്പോൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിന് പ്രധാന കാരണം ഇതിന് വില കുറവാണ് എന്നതാണ്. എന്നാൽ കൂടുതൽ ലഹരി ലഭിക്കുകയും ചെയ്യുന്നു.
എന്നാൽ ശാരീരികവും മാനസികവുമായി ധാരാളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആംഫെറ്റമിൻ ഉപയോഗിക്കുന്നവരുടെയും കൊക്കൈൻ ഉപയോഗിക്കുന്നവരുടെയും സിംറ്റംസ് ഏകദേശം സമമാണ്. MDMA ആംഫെറ്റമിൻ ഗണത്തിൽപ്പെടുന്ന MDMA ഉത്തേജകമായി പ്രവർത്തിക്കുന്ന ഒരു സൈക്കോ ആക്റ്റീവ് മരുന്നാണ്. എക്സ്റ്റസി, മോളി എന്നുള്ള ഓമനപ്പേരുകളിൽ അറിയപ്പെടുന്ന മെത്താംഫെറ്റമിൻ പോലുള്ള ഉത്തേജകങ്ങൾക്ക് സമാനമായ ഫലം നൽകുന്ന ലാബ് നിർമ്മിത സിന്തറ്റിക് മരുന്നാണ് ഇത്. ലോകമെമ്പാടുമുള്ള അനധികൃത ലാബോറട്ടറികളിൽ ഈ മരുന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. MDMA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മീഥൈൽ എൻഡിയോക്സി മെത്താംഫെറ്റമിൻ എന്ന ഈ മരുന്ന് ഊർജ്ജസ്വലമായ പ്രഭാവം നൽകുന്നതിനും ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നു. വിഷാദരോഗം, ഗുരുതരമായ അപകടത്തെ തുടർന്നുണ്ടാകുന്ന മ്ലാനത, ഭീകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങൾ, ഉത്കണ്ഠ തുടങ്ങിയ ഗുരുതര മാനസിക പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ ഡോക്ടർമാർ ചികിത്സയുടെ ഭാഗമായി ഈ മരുന്ന് രോഗികൾക്ക് നൽകാറുണ്ട്. MDMA അല്ലെങ്കിൽ എക്സ്റ്റസി അല്ലെങ്കിൽ മോളി ഉപയോഗിക്കുന്ന ഒരാൾ മരുന്നിൻ്റെ പ്രവർത്തനത്താൽ എപ്പോഴും ഓവർ ആക്റ്റീവായിരിക്കുന്നു. ഒരു വ്യക്തി MDMA കഴിക്കുമ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി മൂലം നൃത്തം, ഡാൻസ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ക്ഷീണം തോന്നാത്തത് മൂലം അവർ കണ്ടിന്യൂസ് ആയി ഈ കാര്യം ചെയ്യുന്നു. ക്ലബ്ബുകൾ, ലൈവ് പാർട്ടികൾ, DJ പാർട്ടികൾ എന്നിവയിൽ പങ്കെടുക്കുന്ന കൗമാരക്കാർക്കും യുവാക്കൾക്കും ഈ മരുന്ന് പ്രിയങ്കരമാണ്. മരുന്നിൻ്റെ പ്രവർത്തനത്താൽ ഊർജ്ജസ്വലരായും വർദ്ധിച്ച ആവേശത്തോടും കൂടിയിരിക്കുന്ന ഇക്കൂട്ടർക്ക് മരുന്നിൻ്റെ എഫക്റ്റ് കുറയുമ്പോൾ വർദ്ധിച്ച ക്ഷീണം, മയക്കം, ഒന്നിനും താല്പര്യമില്ലാത്ത അവസ്ഥ, മൂക്കൊലിപ്പ്, വിറയൽ, മാനസികാവസ്ഥ മാറി മാറി വരിക എന്നീ അവസ്ഥയുണ്ടാകുന്നു. അതിനാൽ അവർ ഈ മരുന്ന് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു. അങ്ങനെ അവർക്ക് അഡിക്ഷൻ ഉണ്ടാവുന്നു. അമിതമായ ഉപയോഗം അപസ്മാരം, മസ്തിഷ്ക വീക്കം, മസ്തിഷ്കക്ഷതം എന്നിവയുണ്ടാക്കുന്നു. ഈ മരുന്നിൻ്റെ ഉപയോഗം മൂലമുള്ള ഹൈപ്പർ ആക്ടിവിറ്റി കാരണം കണ്ടിന്യൂസ് ആയി നൃത്തം, ഡാൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്രമമില്ലാതെ ചെയ്യുന്നവർക്ക് ശരീരത്തിലെ പേശികൾ തകരുകയും അവയവങ്ങൾക്ക് കേടുപാടുകൾ എന്നിവയുണ്ടാവുന്നു. കൂടാതെ എല്ലുകൾക്കും പല്ലുകൾക്കും ബലക്ഷയമുണ്ടാവുന്നു. അത്യന്തം മാരകമായ ഈ മയക്കുമരുന്ന് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ അതിന് അടിമപ്പെടുന്നതാണ്. സമയപരിമിതി മൂലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.